നമസ്കാരം. മൂവാറ്റുപുഴ നഗരസഭ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. 9ാം വാർഡ് തർബിയത്ത് സ്കൂൾ നഗരസഭയിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡാണിത്. LDF-ലെ ഫൗസിയ അലി, UDF-ലെ PM അബ്ദുൾ സലാം എന്നിവർ തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് ഇവിടുത്തെ പ്രത്യേകത. രണ്ട് മുന്നണികളിലെയും പ്രധാനപ്പെട്ട ഘടക കക്ഷികളുടെ CPI-യുടെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ മത്സരിക്കുന്ന വാർഡ്. 9ാം വാർഡിലെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവലറി. എന്റെ വാർഡിലെ കുറച്ച് പ്രദേശങ്ങളില് കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ എന്റെ വാർഡിൽ തന്നെ കൂട്ടിക്കിടക്കുന്ന ഒരു നഗരസഭാ സ്ഥാപനമുണ്ട്, ഒരു അറവുശാല കെട്ടിടം. അത് പരിവർത്തനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അനവധി വിദ്യാർത്ഥികളുള്ള ഒരു വാർഡാണ് ഈ പ്രദേശം. ഞാൻ ഈ വാർഡിൽ ആദ്യമായിട്ട് മുൻഗണന കൊടുക്കുന്നത് ഒരു പബ്ലിക് ലൈബ്രറി ഈ വാർഡിൽ സ്ഥാപിക്കാൻ ഞാൻ മുൻകൈ എടുക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വാർഡിൽ കാലങ്ങളായി അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്ന സ്ലാട്ടർ ഹൗസ് ഒരു കമ്മ്യൂണിറ്റി ആക്കണം അതിനുള്ള പ്രയത്നങ്ങൾ നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതില് ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ തന്നെയായിരിക്കും ഞാൻ ആദ്യമായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത്. അത് കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. പിന്നെ അറവശാല കെട്ടിടം പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ആ ഒരു കെട്ടിടം യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും രണ്ടാമതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത് അവിടെ കൂടുതൽ സംരംഭകരെ എല്ലാ വീടുകളിൽ നിന്നും ഒരു സംരംഭകർ എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരാനാണ് മൂന്നാമത് പ്രയോറിറ്റി കൊടുത്തത്. സെൻട്രൽ ഫണ്ട് വെച്ച് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ഉപയോഗപ്പെടുത്തി നമുക്ക് ഒരു വെൽനസ് സെന്റർ ഈ 9ാം വാർഡിൽ സ്ഥാപിക്കാനാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അനവധി വിവിധ ഗവൺമെൻറ്റേതര ഏജൻസികളുടെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തി ഒരു ഓപ്പൺ ജിമ്മ് നമ്മുടെ വാർഡിൽ എൻ്റെ വിഭാവനയിലുണ്ട്. വഴിവിളക്കുകളുടെയും റോഡുകളുടെയും മെയിൻ്റനൻസ് യഥാസമയം കൃത്യമായി നിർവഹിപ്പിക്കാനാവും. നമ്മുടെ നഗരത്തില് ഏറ്റവും വലിയൊരു പ്രശ്നം ഗതാഗതക്കുരുക്കാണ്. കാര്യം വർക്കൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പോലും ഒരുപാട് ബൈ റോഡുകൾ ബൈപ്പാസുകൾ കൂടുതലായിട്ട് വേണം. അതുപോലെ തന്നെ ഇവിടുത്തെ കച്ചവട ശൃംഖല കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്ത് നമുക്കൊരു എറണാകുളം പോലുള്ള ഒരു ഹബ്ബാക്കി മാറ്റാൻ മൂവാറ്റുപുഴയെ സാധിച്ചെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മുടെ നഗരത്തിൽ ഏറ്റവും പോരായ്മ റോഡുകളുടെ അഭാവമാണ്. റോഡുകൾ നമുക്ക് വികസിപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ നഗരം ഓട്ടോമാറ്റിക്കായിട്ട് വികസിക്കും. പഴയ കാലത്ത് അനവധി കച്ചവട സാധ്യതകളുള്ള ഹൈറേഞ്ചിൻ്റെ ഒരു കവാടമായിരുന്നു മൂവാറ്റുപുഴ എന്നുള്ളത് മാറിപ്പോയി. കാരണം ഇവിടുത്തെ ലോക്കൽ ഭരണകൂടം ഇവിടുത്തെ കച്ചവടം പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നഗരത്തിൻ്റെ വികസനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നഗരം 25 വർഷം കഴിയുമ്പോൾ ഒരു എറണാകുളത്തിന് 25 വർഷത്തിനകം നമ്മുടെ മൂവാറ്റുപുഴ ജില്ലയായി പ്രഖ്യാപിക്കുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു ജില്ലയായി പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മൂവാറ്റുപുഴയ്ക്കുണ്ട്. വാർഡിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കേണ്ടതാണെന്ന് സിറ്റിംഗ് കൗൺസിലർ ഫൗസിയ അലി തിരിച്ചറിയുന്നു. ഒരു പബ്ലിക് ലൈബ്രറി വേണമെന്ന് അബ്ദുൾ സലാം പറയുന്നുണ്ട്. കൂട്ടിക്കിടക്കുന്ന അറവുശാലയുടെ കാര്യത്തിൽ രണ്ടുപേർക്കും ഒരേ അഭിപ്രായമാണ്. മറ്റെന്തെങ്കിലും ആവശ്യത്തിനായി സ്ലോട്ടർ ഹൗസ് ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുമെന്നാണ് രണ്ടുപേരും പറയുന്നത്. കേന്ദ്ര CSR ഫണ്ടുകൾ ഉപയോഗിച്ച് വാർഡിൽ ഒരു വെൽനസ് സെന്ററും ഓപ്പൺ ജിമ്മും അടുത്ത 5 വർഷങ്ങൾ കൊണ്ട് സ്ഥാപിക്കുമെന്ന് അബ്ദുൾ സലാം പറയുമ്പോൾ ഫൗസിയ ഒരു വീട്ടിൽ ഒരു സംരംഭം എന്ന ആശയം നടപ്പാക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം മൂവാറ്റുപുഴ ജില്ലയാകണമെന്നും കൊച്ചി നഗരം പോലെ വികസിക്കണമെന്നുമാണ് അബ്ദുൾ സലാം ആഗ്രഹിക്കുന്നത്. നഗരത്തിലെ റോഡുകൾ നവീകരിക്കപ്പെടണമെന്നും കച്ചവട ശൃംഖല ശക്തിപ്പെടണമെന്നും ഫൗസിയ ആഗ്രഹിക്കുന്നു. എന്തായാലും റോഡും വഴിവിളക്കും കുടിവെള്ളവും വിട്ട് 2-3 ആശയങ്ങൾ ഇവിടെ കേൾക്കാൻ കഴിഞ്ഞുവെന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. 9ാം വാർഡിലെ സ്ഥാനാർത്ഥികളാണ് പ്രതികരണങ്ങൾ അറിയിച്ചത്. മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളോടൊപ്പം വീണ്ടും കാണാം. നന്ദി. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവലറി.